ദില്ലി സ്ഫോടനത്തിൽ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാനെ ഇഡി അറസ്റ്റ് ചെയ്തു. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ് അറസ്റ്റിലായത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ശ്രദ്ധേയമായ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇഡി അൽ ഫലാഹ് സർവകലാശാലയിലെ സാമ്പത്തിക ഇടപാടുകൾ സംശയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ചെയർമാനെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ ബോർഡിലെ ചെയർമാൻ തന്നെയാണ് അല്ലേ? ഉറപ്പായും അരുൺകുമാർ, ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമറും കൂട്ടാളികളും ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ ഡോക്ടർമാരിൽ ഭൂരിഭാഗവും ജോലി ചെയ്തിരുന്നത് ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് എങ്ങനെയാണ് സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് സംബന്ധിച്ചാണ് ഇഡി അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇഡി കണ്ടെത്തുന്നത്. ഒരേ മേൽവിലാസത്തിൽ 9 ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്താണ് സർവകലാശാലയുടെ പ്രവർത്തനമെന്ന് ഇഡി പ്രാഥമികമായി മനസ്സിലാക്കി. പിന്നീട് 25 സ്ഥലങ്ങളിലാണ് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇഡി റെയ്ഡ് നടത്തിയത്. ഒടുവിലിപ്പോൾ ജാവേദ് അഹമ്മദ് സിദ്ദീഖിയെ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ സർവകലാശാലയുടെ സ്ഥാപകൻ എന്ന വിവരവുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലടക്കം ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ മറവിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു. ഈ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രത്യേക ആസൂത്രണം ചെയ്തിരുന്നത് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഉമറിന് അനുവദിച്ച മുറിയിലായിരുന്നു എന്ന് നേരത്തെ തന്നെ NIA കണ്ടെത്തലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതും അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അൽ ഫലാഹ് സർവകലാശാലയുടെ ചെയർമാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.